അപ്പൊ അച്ഛമ്മക്ക് വേണ്ടിയാണോ ആരും നാളെ വ്രതെടുക്കും അടിപ്രദക്ഷിണം നടത്താൻ നേർന്ന്? പെട്ടെന്ന് ഭരത് ചോദിച്ചു. അതുവരെ ശബ്ദമുഖരിതമായ അന്തരീക്ഷം ഒരൊറ്റ നിമിഷം കൊണ്ട് നിശബ്ദമായി. മൊട്ടു സൂചിയല്ല, മൂത്രമിറ്റി താഴെ വീണാൽ പോലും കേൾക്കും, അത്രക്ക് നിശബ്ദത. എല്ലാവരും അന്യഗ്രഹ ജീവിയെ കണ്ട മുഖത്തിട്ട് ഭരത്തിനെ തുറിച്ചു നോക്കി. അവൻ ആരെയും ശ്രദ്ധിക്കാതെ ഫോണിലായിരുന്നു. ചായയിൽ മുക്കി വായ വരെ കഷ്ടപ്പെട്ട് കൊണ്ടെത്തിച്ച ബിസ്ക്കറ്റ് കുറേ സമയം കാത്തിന്നിട്ട് ഉള്ളിലേക്ക് പ്രവേശനം കിട്ടാത്തതിനാൽ തിരിച്ച് ചായയിലേക്ക് തന്നെ വീണ് വീരചരമം പ്രാപിച്ചു. അതിന്റെ ആഘാതത്തിൽ ഇത്തിരി ചൂട് ചായ കയ്യിൽ വീണപ്പോഴാണ് അവൾക്ക് ബോധം വീണത്. വീണ ബോധത്തെ എടുത്ത് തറയിൽ കയറ്റി തുറന്നു വെച്ച വായ പോലും അടക്കാതെ അവൾ എല്ലാവരെയും മാറി മാറി നോക്കി. എല്ലാവരും കോറസായി ചോദിച്ചു. ആഹാ, എന്തൊരു ഒത്തൊരുമ! ഭരത് എല്ലാവരെയും മാറി മാറി നോക്കി. ആ ആരും, അവൻ നിസ്സാരമായി പറഞ്ഞു. പണി ആരും, 8ന്റെ പണി. മര്യാദക്ക് പണിയെടുക്കുന്ന ആർച്ചയുടെ ബ്രെയിൻ അടുത്ത സെക്കൻഡിൽ അപായ സൂചന കൊടുത്തു. ആ, ഇന്നലെ വൈകുന്നേരം ഗേറ്റിനടുത്ത് നിന്നല്ലേ ഞങ്ങൾ രണ്ടുപേരും ഇതിനെക്കുറിച്ച് സംസാരിച്ച്? ഭരത് നിഷ്കുവായി. പത്മയും രാമചന്ദ്രൻ ആലോചിച്ചു. ഇന്നലെ അവർ തമ്മിൽ സംസാരിച്ചിരുന്നു. പക്ഷെ ഇത് തന്നെയാണോ സംസാരിച്ചെന്ന് ഒരു ഉറപ്പില്ല. ദേവിയേ, ഇതൊക്കെ എപ്പോ? ഇന്നലെ വൈകുന്നേരം കൂടെ ചട്ടിത്തലയെന്ന് വിളിച്ചു പോയ ഞാനാ. ആർച്ചയുടെ ഉള്ളിൽ നിലവിളി മുഴങ്ങി. ആ നിലവിളി തൊണ്ടക്കുഴിയോളം എത്തി. അച്ഛമ്മയെ കണ്ടതും അവിടെ തന്നെ തലയിറങ്ങി വീണ് മരിച്ചു. തലേന്ന് വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ അവനോട് സംസാരിക്കാൻ തോന്നിയ ആ സമയത്ത് ആർച്ച ശപിച്ചു പോയി. അതും വെച്ച് ഇങ്ങനെ ഒരു പണിയോ? എന്നാൽ അങ്ങനെ ഒരു അവസരം മുമ്പിലേക്ക് ഇട്ടുകൊടുത്ത ദേവിയെ ഭരത് അകമഴിഞ്ഞ് പുകഴ്ത്തി. അല്ലെങ്കിൽ ഒരു കാര്യമില്ലാതെ അമ്മയുടെ കൂടെ വഴിപാട് കൊണ്ടിൽ ചെന്ന് നിൽക്കാനും അവിടെ ഇരുന്ന ആളെ പരിചയപ്പെടാനും തോന്നില്ലല്ലോ. എല്ലാം ദേവിയുടെ അനുഗ്രഹം. പത്മയും ജയശ്രീയും കണ്ണും തള്ളി നിന്നു. എന്നാലും ആര്? കൃഷ്ണന്മാരിന്ന് തലപോഞ്ഞു. ആരും ഇത് ചെയ്യാൻ ഒരു സാധ്യതയില്ലല്ലോ ദേവിയെ. ഇവൻ പണി കൊടുക്കാനാണോ? അയാൾ തലയൽപ്പം ചരിച്ച് ഭരത്തിനെ നോക്കി. ആൾ നിഷ്കുഭാവം കണ്ടപ്പോഴേ കത്തി. അത് തന്നെ, ഒരു സംശയവുമില്ല. കൃഷ്ണകുമാർ ദയനീയമായി ആർച്ചയെ നോക്കി. ആർച്ച അയാളെയും. ഇതിൽ നിന്ന് എന്നെ ഊരിയെടുക്ക അച്ഛ എന്നൊരു ധ്വനി അതിലില്ലേ? ഇല്ലാതില്ല. കൃഷ്ണകുമാർ ദീർഘനിശ്വാസം എടുത്ത് അച്ഛമ്മയെ നോക്കി. എന്തെങ്കിലും പറഞ്ഞ് മുടക്കായെന്നൊക്കെ ചിന്തിച്ച് നോക്കിയതാണ്. ഹൈ, 100 വാട്ടിന്റെ ബൾബ് തോറ്റു. അജാതി പ്രകാശ അച്ഛമ്മയുടെ മുഖത്ത്. എന്തൊരു തേജസ്, എന്തൊരു ഓജസ്! മുടക്കാനുള്ള ചിന്തയ്ക്ക് ആ പ്രകാശത്തിൽ കണ്ണുമഞ്ഞളിച്ച് നിന്നു. ഭരത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യാനും പറ്റില്ല. ആർച്ച കൊടുത്ത പണിക്ക് മറുപടിയാണെന്ന് പറഞ്ഞ തനിക്ക് ഇത്രയും പ്രായമായി എന്നൊന്നും അമ്മ നോക്കില്ല. തന്നെ ഉൾപ്പെടെ പേപ്പട്ടി ഓടിച്ചിട്ട് തല്ലുന്ന പോലെ ഓടിച്ചിട്ട് തല്ലും. ചെകുത്താനും കടലിന്റെ ഇടയിലാണല്ലോ ഈശ്വര. കൃഷ്ണന്മാർ പെരുവിർത്തു. അങ്കിള്, ചെകുത്താനേത് കടലേത്? ഭരത് അയാളുടെ ചെവിക്കരിയിലേക്ക് മുഖമടുപ്പിച്ചു. അതേതായാലും എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. നീ ഇനി ജാതി പണിയൊക്കെ കൊടുക്കുമ്പോൾ മുൻകൂട്ടി ഒരു അറിയിപ്പ് തന്നാൽ നന്നായിരുന്നു. മുങ്ങാനാണേ, ഇല്ലെങ്കിൽ ഞാൻ പെട്ടുപോകും. കൃഷ്ണകുമാർ തിരികെ മന്ത്രിച്ചു. ഭരത് ചിരിയടക്കി പിടിച്ച് ഫോണിലേക്ക് നോക്കിയിരുന്നു. ആർച്ച ബാക്കിയുള്ള ബിസ്ക്കറ്റ് കൂടെ ചായയിലിട്ട് സ്പൂണിട്ട് ശബ്ദമുണ്ടാക്കി 2 തവണ ഇളക്കി. അത് പരത്താണെന്ന് കരുതി ഒരൊറ്റ വരിക്കങ്ങ് കുടിച്ചു തീർത്തു. അമർഷം. കുഞ്ഞിരാമൻ സ്കോർ ചെയ്തല്ലോ എന്നുള്ള വെറും അമർഷം. കർണനും നെപ്പോളിയനും ഭഗത് സിംഗ് കുട്ടിയുടെ ഹീറോസ് അല്ലാത്തതുകൊണ്ട് തോൽക്കുന്ന മാത്രം കുട്ടിക്ക് സഹിക്കാൻ പറ്റില്ല. തിരികെ വീട്ടിലെത്തിയതും ആർച്ചയ്ക്കുമേൽ അച്ചമ്മയുടെ സ്നേഹവാത്സല്യം നിറഞ്ഞൊഴുകി. രാത്രി അത്താഴം കഴിക്കുമ്പോൾ കൂടെ ഇരുന്ന് കഴിപ്പിച്ചു അച്ചമ്മ. ആർച്ചയ്ക്ക് പക്ഷേ അറക്കാൻ കൊണ്ടുപോകുന്ന മാടിന്റെ ഭാവമായിരുന്നു. നാളെ എന്നെ പട്ടിണി എടുത്താനല്ലേ? അവൾ പിറുപിറുത്തു. ഇത്തിരി ചോറ് കൂടി കഴിക്കുമോളെ. അതുകൂടെ കേട്ടതോടെ ആർച്ചയുടെ കയ്യിലുണ്ടായിരുന്ന ചോറ് പാത്രത്തിലേക്ക് തിരികെ വീണുപോയി. ഞാൻ തന്നെയല്ലേ? ശരിക്കുള്ള ഞാൻ വേറെ എവിടെയാണോ? ഇത് വേറെ ഏതോ ഞാനാണോ? അച്ചമ്മയുടെ നിറഞ്ഞൊഴുകിയ സ്നേഹത്തിൽ ശ്വാസം കിട്ടാതെ മുങ്ങിത്താഴ്ന്നപ്പോൾ ആർച്ച സ്വയം ഒന്ന് നോക്കി. പിന്നെ ചിന്തിച്ചു പോയി. അടുത്ത ദിവസം രാവിലെ കോഴി പോലും കൂവിയില്ല. അതിനുമുമ്പ് ജയശ്രീ ആർച്ചയെ വന്ന് വിളിച്ചു. എങ്ങാനും മനസ്സ് മാറിയാലോ? അതിനുമുമ്പ് കൊണ്ടുപോയി പ്രദക്ഷിണം ചെയ്യിക്കാനുള്ള വെറും സതുദ്ദേശം. 5 മണിക്ക് വിളിച്ചപ്പോൾ തുടങ്ങിയ 10 മിനിറ്റ് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അവസാനിച്ചത്. അമ്മേ, ചായ. കണ്ണ് പാതിയുറന്ന് ആർച്ച കെഞ്ചി. വ്രതം എടുക്കാനുള്ളതല്ലേ, ഇതൊന്നും കഴിക്കാൻ പാടില്ല. ജയശ്രീ കണ്ണുരുട്ടി. കഴിക്കാൻ പാടില്ല എന്ന് കേട്ടതും ഇതുവരെ ഇല്ലാത്ത വിശപ്പ് ആർച്ചയുടെ ഉള്ളിൽ കിടന്ന് നിലവിളിച്ച്. ചെയ്യരുതെന്ന് പറയുന്ന കാര്യം ചെയ്യാനുള്ള ഉത്സാഹം നമ്മുടെ കൂടപ്പിറപ്പാണല്ലോ. ചവിട്ടിക്കുലുക്കി ബാത്റൂമിൽ കയറി മുഖത്ത് തണുത്ത വെള്ളം വീണപ്പോൾ ഭരത്തിനെ നന്നായി ഒന്ന് സ്മരിച്ചു ആർച്ച. അമ്പലത്തിലേക്ക് നടക്കുന്ന വഴി മുഴുവൻ ആർച്ച സ്മരണയിൽ ഒട്ടും കുറവ് വരുത്തിയില്ല.
നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ കുഞ്ഞിരാമ. പത്മയുടെ വീടിന് മുമ്പിലെത്തുമ്പോൾ അവിടെ എല്ലാവരും ആർച്ചയും കുടുംബത്തെയും കാത്തു നിൽക്കുന്നുണ്ട്. നല്ലത് മാത്രം ചിന്തിച്ച് അമ്പലത്തിൽ പോവാൻ ആർച്ച ഒരു നന്മമരല്ലാത്തതുകൊണ്ട് ഭരത്തിനെ കണ്ട ഉടൻ കൂട്ടി പല്ലെറിമി. ആ സ്മരണയ്ക്ക് അപാര എഫക്റ്റ് ആയിരുന്നു. അടുത്ത നിമിഷം ഭരത് ഒന്ന് തുമ്മി. ആർച്ച അവനെ തുറിച്ചു നോക്കി. വീണ്ടും തുമ്മി. വീണ്ടും 3. രാവിലെ മുതൽ തുടങ്ങിയ തുമ്മല ചെക്കന് ജലദോഷം വല്ല ആണോ എന്തോ. പത്മ പിറുപിറുക്കുന്ന കേട്ട് ആർച്ച അവർ നോക്കി പല്ലിളിച്ച് കാണിച്ചു. ഭീകരി. എല്ലാം മനസ്സിലായിരുന്ന മട്ടിൽ പത്മ ചിരിയടക്കി തലയാട്ടി. ആർച്ച പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ച് നടന്നു. 21 തവണ പ്രദക്ഷിണം വെച്ച് എത്തുമ്പോഴേക്കും ആർച്ച ഏതാണ്ട് ക്ഷീണിച്ചിരുന്നു. വെറും വയറ്റിലാണ് ഇതൊക്കെ. എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു എന്റെ ദേവിയെ. ആർച്ച ഉള്ളിലേക്ക് നോക്കി പിറുവിറുത്തു. അത് പിന്നെ ദേവിയല്ലേ കുട്ടി, ഒരു വശത്ത് മാത്രം നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ബാക്കിയുള്ളവർ കരുതില്ലേ ദേവിക്ക് പക്ഷഭേദമാണെന്ന്. അതുകൊണ്ട് എല്ലാവർക്കും ഓരോ അവസരം കൊടുക്കേണ്ടേ. നമ്മളിങ്ങനെ ഇലക്കും ഉള്ളിനും കേടില്ലാത്ത വിധം സൂക്ഷിച്ചു പോയില്ലെങ്കിൽ ശരിയാവില്ല. നിലനിൽപ്പ് മുഖ്യം കുട്ടി. അത് കുട്ടിയുടേതായാലും ദേവിയുടേതായാലും. പുറത്തേക്ക് നോക്കി ഭംഗിയായിട്ടൊന്ന് പുഞ്ചിരിച്ച് ദേവിയും പിറുവിറുത്തു. ക്ഷേത്രത്തിന് പുറത്തിറങ്ങി അമ്പലത്തിന് മുമ്പിലുള്ള ആൽത്തറയിലേക്ക് കയറിയിരുന്നു ആർച്ച. കണ്ണുകളടച്ച് ശ്വാസം വലിച്ചു വിട്ടു. തലയിലൊരു സ്പർശനമേറ്റാണ് അവൾ കണ്ണു തുറന്ന് നോക്കിയത്. മുന്നിൽ നിൽക്കുന്ന അച്ചമ്മയെ കണ്ടതും ആർച്ചയുടെ കണ്ണ് നിറഞ്ഞുപോയി. അച്ചമ്മ അവിടെ കവിളിൽ നിന്ന് തലോടി നടന്നു നീങ്ങി. അച്ചമ്മ പോയതും കൃഷ്ണകുമാർ അവിടെ അടുത്തു വന്നിരുന്നു. വിഷമായ ആരു? കൃഷ്ണകുമാർ അവിടെ ചുമലിൽ ആശ്വസിപ്പിക്കാനെന്ന പോലെ തട്ടി. ഒന്ന് പോയച്ചാ, കാലുവേദനിച്ചിട്ട് കണ്ണു നിറഞ്ഞാ. വീടിനകത്ത് പോലും ചെരുപ്പിട്ട് നടക്കുന്ന ഞാനാ ഈ പ്രദക്ഷിണം മുഴുവൻ ചെയ്തിട്ട് വന്ന്. അവന് 101 എന്നൊന്നും പറയാൻ തോന്നാത്ത നന്നായി. കാലിൻ്റെ അടിയിൽ ഒഴിഞ്ഞുകൊണ്ട് പറയുന്നവളെ നോക്കി അടക്കി ചിരിച്ച കൃഷ്ണകുമാർ. ഞാനേ കാല് കുറച്ച് സമയം കുളത്തിലും മുക്കി വെച്ചിട്ട് വരാം. കാല് നിലത്തൊരൽപ്പം മാത്രം മൂന്നി ചാടി ചാടി നടന്നു പോകുന്ന ആർച്ചയെ നോക്കി താടിക്ക് കൈകൊടുത്ത് ഇരുന്നു പോയി കൃഷ്ണകുമാർ. ആ നടത്തത്തിനിടയിലും കാണുന്നവരോട് ചിരിച്ച് തലയാട്ടുന്നുമുണ്ട്. ഇതിങ്ങനെ ഒരു കുഞ്ഞു പടക്കാണെന്ന് അറിയാവുന്നതുകൊണ്ടാണെങ്കിലേ ഒന്ന് മാത്രം അധികം തീരുമാനിച്ച്. തൊട്ടരികിൽ താൻ നോക്കുന്ന അതേ പൊസിഷനിൽ ഇരുന്ന് ആർച്ച പോയ വഴിയെ നോക്കുന്ന ഭരത്തിന്റെ ചെവിയിൽ പിടിച്ചു കൃഷ്ണകുമാർ. ഡാ മുഖം ചുളിച്ച് കളിയായി വേദനിക്കുന്ന പോലെ കാണിക്കുന്നവനെ ചേർത്ത് പിടിച്ച് ചിരിച്ചു അയാൾ. ഏതാണ്ട് പിന്നൊരിത്തിരി സ്വാർത്ഥത. അച്ഛൻ്റെ കൂടെ കളിച്ചടക്കേണ്ട പ്രായം, ആസ്വദിക്കേണ്ട പ്രായം, എൻ്റെ കരുതൽ കിട്ടേണ്ട പ്രായമൊക്കെ ആഴ്ചയിൽ ഒരിക്കലുണ്ടാവുന്ന ഫോൺ കോളിന് അപ്പുറത്തുനിന്ന് നൽകാൻ എനിക്ക് സാധിച്ചിട്ടുള്ളൂ. അതും പങ്കുവെച്ച് പോവേണ്ടെന്ന് തോന്നി. തെറ്റോ ശരിയോ, എൻ്റെ ശരി അതായിരുന്നു. എൻ്റെ പ്രാണൻ. പറഞ്ഞു നിർത്തുമ്പോഴേക്കും അയാളുടെ സ്വരം താഴ്ന്നു. മുഖത്ത് നിറഞ്ഞ വാത്സല്യത്തിലേക്ക് കൗതുകത്തോടെ നോക്കി ഭരത്. എന്തോന്നാങ്കിളെ ഇത്? ഉണ്ണിയാർച്ചയുടെ അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ കട്ടക്ക് നിൽക്കണ്ടേ? ഇതൊരു മാതിരി. അയ്യേ, അവൻ കളിയാക്കി. പോടാ, രണ്ടും കൂടി തമാശ കളിച്ച് കളി കാര്യാവാതെ നോക്കണം. പരസ്പരമുള്ള ഈ ഭാരവപ്പ് ഒരു അഭിമാന പ്രശ്നമായി വളർന്നാൽ പിന്നെ ശത്രുതയായിരിക്കും. ഈ കളിയും ചിരിയും തമാശക്കൊക്കെ മുകളിൽ രണ്ടുപേർക്കും വ്യക്തമായി ചിന്തിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടെന്ന എൻ്റെ വിശ്വാസം. അത് തെറ്റിക്കരുത്. നിങ്ങളുടെ മുകളിലുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഭരത് അയാളുടെ കയ്യിൽ കൈ ചേർത്ത് മുറുകെ പിടിച്ചു. തീർച്ചയായും അങ്കിൾ, ഒരു തമാശക്കപ്പുറത്തേക്ക് ആർച്ച ഏതെങ്കിലും രീതിയിൽ അപമാനിക്കുന്ന ഒരു പെരുമാറ്റവും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അവൻ കണ്ണു ചിമ്മി ചിരിച്ചു. 4000 ഞാൻ തന്നേക്കാൻ കേട്ടോ. കൃഷ്ണകുമാർ അവൻ്റെ ചുമലിൽ തട്ടി. എൻ്റെ പൊന്നെങ്കിൽ അതിന് നഷ്ടം താങ്ങാൻ എനിക്ക് കഴിവുണ്ട്. പിന്നെ അതൊരു നഷ്ടമായിട്ട് ഞാൻ കണക്ക് കൂട്ടിയിട്ടില്ല. അതെൻ്റെ താജ്മഹലല്ലേ അങ്കിളേ. അവൻ പൊട്ടിച്ചിരിച്ചു. ഓവ്, ഈ പോക്കാണെങ്കിൽ നീ താജ്മഹൽ മാത്രമല്ല ഇന്ത്യ ഗേറ്റും കുത്തബ് മിനാറും വരെ കാണേണ്ടി വരും. കൃഷ്ണകുമാർ അവനെ ഇരുത്തി നോക്കി. ഭരത് തലയാട്ടി ചിരിച്ച്. ഞാനേ അങ്ങളുടെ മോളെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് വരാം. അവൻ കൃഷ്ണകുമാരനെ ചേർത്ത് പിടിച്ച് എഴുന്നേറ്റ്. ആശ്വസിപ്പിക്കുന്നതൊക്കെ കൊള്ളാം. അമ്പലക്കുളത്തിന് നല്ല ആഴമുണ്ട് കേട്ടോ. കാലുകൊണ്ട് മുണ്ട് തട്ടി അതിന്റെ തലപ്പ് കയ്യിൽ പിടിച്ച് നടക്കുന്നവനെ നോക്കി കൃഷ്ണകുമാർ വിളിച്ചു പറഞ്ഞു. ഞാൻ സ്വിമ്മിംഗ് ചാമ്പ്യനായിരുന്നു അങ്കിളെ. അവൻ തിരിഞ്ഞു നോക്കാൻ വിളിച്ചു പറഞ്ഞു. അവൾക്ക് പക്ഷേ കരാട്ടയാ വശം. ഇത്തവണ അവരും തിരിഞ്ഞു നോക്കി. കൃഷ്ണകുമാരനെ നോക്കി പുഞ്ചിരിച്ച് തലയാട്ടി അവൻ മുന്നിലേക്ക് നടന്നു. നൈസായിട്ട് എൻ്റെ മോളെ എന്നോട് തന്നെ പ്രപ്പോസ് ചെയ്തു പോകുന്നു തെമ്മാടി. ചിരിയോടെ അയാൾ മന്ത്രിച്ചു.